എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയിൽ 2025 സ്റ്റാറ്റിക് പാർട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ആണ്. 2010 ഒക്ടോബർ 18. 2010 ഒക്ടോബർ 18-നാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം. എന്താണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ എന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ ഫലപ്രദമായും വേഗത്തിലും തീർപ്പാക്കുന്നതിനുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനമാണെന്ത് ഈ ദേശീയ ഹരിത ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന് അറിയാമോ? 3:2 ആണ് വരുന്നത്. 3:2 ആണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ നീളം വീതി തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് ഭാഷാ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഏതാണ് വർഷം? 1953-ലാണ് ആന്ധ്രാപ്രദേശ് ഭാഷാ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത്. ഇത് മദ്രാസ് പ്രസിഡൻസിയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നാണ് വേർപെടുത്തിയിരിക്കുന്നത്. എങ്ങനെ? തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് രൂപീകരിച്ച ഒരു സംസ്ഥാനമായതാണ് ആന്ധ്രാപ്രദേശാണ്. അപ്പം ഭാഷയ്ക്ക് അടിസ്ഥാനമായിട്ട് ആദ്യമായി രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. വർഷം 1953 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഓപ്ഷൻസിലെ ഉത്തരം അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ. ഏത് വർഷമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്? 1907-ലാണ് ഈ ഒരു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചിട്ടുള്ളത്. അബനീന്ദ്രനാഥ് ടാഗോറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ഗഗനേന്ദ്ര ടാഗോറും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഇത് രൂപീകരിച്ചിട്ട് ഉള്ളത്. ഇത് ആദ്യമായിട്ട് സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. എവിടെയാണ്? കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ശരിയായിട്ടുള്ള ഉത്തരം ആനന്ദമഠം. ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എന്തെടുത്തത്? ഈ ഒരു ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഏത് വർഷമാണ് ഈ ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത്? 1882-ലാണ് പ്രസിദ്ധീകരിച്ചത്? ആനന്ദമഠം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 1882-ലാണ് ആനന്ദമഠം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആണ് ആനന്ദമഠം. അതിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇനി ഏത് INC സമ്മേളനത്തിലാണ് ഈ ദേശീയ ഗീതം ആലപിച്ചിട്ടുള്ളത്? ഏത് INC സമ്മേളനത്തിലാണ്? 1896-ലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചത് ആരാണ്? ടാഗോർ ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ദേശീയ ഗീതം ആലപിച്ചിട്ടുള്ളത്. അപ്പം 1896-ലെ കൊൽക്കത്തയിൽ വെച്ചിട്ടുള്ള INC സെഷനിലാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചിട്ടുള്ളത്. ടാഗോർ ആണ് ഈ വന്ദേ മാതരം ആലപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10-നാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്.
ഇന്ന് വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം അസുഖമായതുകൊണ്ട് ഒരൊറ്റ ഫ്ലോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഏതാണ്? വരയാട് ആണ് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിക്കുന്ന മൃഗം. ഇരവികുളം എവിടെയാണ്? ഇടുക്കിയിലാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇടുക്കിയിലാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അതുകൂടാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ആനമുടി. ആനമുടി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി. അപ്പം ഈ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ ഉള്ളിലാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏതാണ്? നമ്മൾ ഇന്ത്യയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ചൻജംഗ ആണ് എഴുതേണ്ടത്. എവിടെയാണ്? പക്ഷേ പാക് അധീനതയിൽ വരുന്ന മൗണ്ട് K2 ആണ് നമ്മൾ ഇന്ത്യയിൽ ശരിക്കും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8611 മീറ്റർ ആണ്. നമ്മുടെ കാഞ്ചൻജംഗയുടെ ഹൈറ്റ് വരുന്നത് 8586. പെട്ടെന്ന് ആലോചിക്കാലോ. 8586 ഇത്രയും മീറ്റർ ആണ് കാഞ്ചൻജംഗയുടെ ഉയരം വരുന്നത്. അപ്പം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ചൻജംഗയാണ്. പാക് അധീനതയിലുള്ള ഇന്ത്യയിലാണെങ്കിൽ മൗണ്ട് K2 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നന്ദാദേവിയാണ്. ഏതാണ്? നന്ദാദേവി. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന നന്ദാദേവിയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജൊനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ. ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 1791 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ഏത് കൃതിയിൽ നിന്നായിരുന്നു എടുത്തത്? ആനന്ദമഠം. ഓക്കെ. ഏത് INC സമ്മേളനത്തിലായിരുന്നു ദേശീയ ഗീതം ആലപിച്ചിട്ടുള്ളത്? 1896 കൽക്കത്തയിലെ INC സമ്മേളനത്തിലായിരുന്നു ഈ ഒരു ദേശീയ ഗീതം ആലപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം ആണ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം എവിടെയാണ്? കോട്ടയത്തെ വൈക്കത്താണ് EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇത് കൂടാതെ ആലപ്പുഴയിലെ അരൂക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം ആലപ്പുഴയിലെ അരൂക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം പുതിയൊരു സ്മാരകത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണ്? അരൂക്കുറ്റി, ആലപ്പുഴ. ഓക്കെ. ആലപ്പുഴ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്നത് 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഏതാണ്? NH66 മുംബൈ ഗോവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് സ്റ്റീൽ സ്ലാഗ് എന്ന് പറഞ്ഞാല്? നമ്മുടെ ഉരുക്കു നിർമ്മാണ ശാലകളിൽ നിന്നുള്ള അവശിഷ്ടമാണ്. ഈ ഒരു അവശിഷ്ടം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു NH66 ഇതിന്റെ പണികൾ നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഏതാണ്? NH66 മുംബൈ ഗോവ ആണ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം.
പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23ന്റെ പ്രാധാന്യം എന്താണ്? ലോക കടലാമ ദിനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ്? മെയ് 23 ലോക കടലാമ ദിനം. ഏതാണ്? മെയ് 23. അടുത്ത ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഏതാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഏതാണ്? ഫെബ്രുവരി 2 ശരിയായിട്ടുള്ള ഉത്തരം. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവുകളും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു എന്നതായിരുന്നു എന്ത്? ലോക തണ്ണീർത്തട ദിനത്തിനുള്ള പ്രമേയം. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? 2024 സൗദി അറേബ്യ ആയിരുന്നു ഇതിന്റെ ആതിഥേയത്വം വഹിച്ചത്. അങ്ങനെയാണെങ്കിൽ 2025 ആരാണ്? നമ്മളിപ്പം 2024 അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ 2025 ആരായിരുന്നു? റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഓക്കെ, റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് 2025. അങ്ങനെയാണെങ്കിൽ 2026 ആരായിരുന്നു? 2026 ഇപ്പൊ കഴിഞ്ഞു. 2026 അസർബൈജാൻ ആണ് 2026. അങ്ങനെയാണെങ്കിൽ 2027 ആരായിരിക്കും? 2027 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതായിരിക്കും? ഏതാണ്? സെർബിയ ആണ് 2027 ഇതിന്റെ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്. ഏതാണ്? സെർബിയ. അപ്പൊ 2025 റിപ്പബ്ലിക് ഓഫ് 24 സൗദി അറേബ്യ, 25 റിപ്പബ്ലിക് ഓഫ് കൊറിയ, 26 അസർബൈജാൻ, 27 സെർബിയ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ശരിയായിട്ടുള്ള ഉത്തരം ചൈന ആണ്. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? നമുക്കറിയാം, നമുക്ക് ആലോചിച്ച് വെക്കാൻ. മാധവ് അപ്പൊ ഏതാണ്? മധ്യപ്രദേശ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? മാധവ്, മധ്യപ്രദേശ്. ഓക്കെ, ഇത് 2025 ഇത് ഔദ്യോഗികമായിട്ട് ഇത് നാഷണൽ പാർക്ക് 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് ഇത് അവര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിൽ ആകെ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഉണ്ട്? മധ്യപ്രദേശിൽ ആകെ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഇപ്പം ആകെ 9 കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ എവിടെ ഉണ്ട്? മധ്യപ്രദേശിൽ ഉണ്ട്. അപ്പം മധ്യപ്രദേശിലെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? മാധവ് നാഷണൽ പാർക്ക് ആണ്. ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ഏതാണ്? ഇന്ത്യ ഗവൺമെന്റ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ച വർഷം ഏതാണ്? 1964 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏത് പദ്ധതിയിലൂടെയാണ് കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ചത്? അക്ഷയ എന്ന പദ്ധതിയിലൂടെയാണ് ഇവര് കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ചത്. ഇനി പ്രഥമ കേന്ദ്രം എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്? 2002 നവംബർ 18 നവംബർ 18 ഈ അക്ഷയയുടെ പ്രഥമ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? APJ അബ്ദുൽ കലാം ആണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പം മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏതാണ്? തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കാണ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് ആണ് ഇന്ത്യയിലെ
ആദ്യത്തെ സംസ്ഥാനം. ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ഇതാണ് ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണ് ലോക്പാലിന്റെ ആദ്യ അധ്യക്ഷൻ. അപ്പം 2019 എന്ത് ആദ്യമായിട്ട് ലോക്പാലിന്റെ അധ്യക്ഷനെ തിരഞ്ഞെടുത്തത്. ഏത് വർഷമാണ്? 2019. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2005 വിവരാവകാശ നിയമം പാസാക്കിയത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? APJ അബ്ദുൽ കലാം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ആന്ധ്രാപ്രദേശ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പാറയാണ് ശരിയായിട്ടുള്ള ഉത്തരം. എവിടെയാണ് പുല്ലമ്പാറ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് പുല്ലമ്പാറ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. ഏതാണ്? ജൂലൈ 28. ഇന്ത്യയിൽ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? കോഴിക്കോടാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏത് വർഷമാണ്? 2023 ഈ കോഴിക്കോട് യുനെസ്കോ പ്രഖ്യാപിച്ചു? സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ പ്രഖ്യാപിച്ചത് 2023. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയായിട്ടുള്ള ഉത്തരം നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും സ്റ്റാറ്റിസ്റ്റിക്കൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്കത് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് 10th പ്രിലിംസിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.